രാജ്യത്തെ ഗതാഗത രംഗത്ത് പുതിയൊരു അത്ഭുതം വരുന്നു. ഇതാണ് ഇത്തിഹാദ് റെയിൽ. ദേശീയ റെയിൽ ശൃംഖലയിൽ പുതിയൊരു കാഴ്ചപ്പാടായി മാറാനൊരുങ്ങുന്ന ഈ പദ്ധതി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പാസഞ്ചർ സർവീസ് പരീക്ഷണയോട്ടം വിജയകരമായി നടത്തിയത് കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായ വാർത്തയായി മാറിയിരുന്നു. ചൊവ്വാഴ്ച സൗദി അതിർത്തിക്ക് സമീപമുള്ള അൽ ഗുവൈഫത്ത് നിന്നും അബുദാബിയിലെ അൽഫായ സ്റ്റേഷൻ വരെയുള്ള റൂട്ടിൽ ട്രെയിൻ സർവീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. ഇതിന്റെ മുഖ്യ ഉദ്ദേശം പൊതുജനങ്ങൾക്ക് ആഗോള നിലവാരത്തിലുള്ള യാത്രാനുഭവം ഒരുക്കുന്നതോടൊപ്പം രാജ്യത്തെ വിവിധ നഗരങ്ങൾക്കിടയിലെ ബന്ധം സുഗമമാക്കുന്നതാണ്. ഇത്തിഹാദ് റെയിലിന്റെ ചീഫ് പ്രൊജക്ട്സ് ഓഫീസർ മുഹമ്മദ് അൽ ഷെഹി പറഞ്ഞത് പ്രകാരം പരീക്ഷണ സർവീസ് റെയിൽ ശൃംഖലയുടെ പ്രവർത്തനശേഷിയും അടിയന്തര സാഹചര്യങ്ങളിലും അതിന്റെ വിശ്വസ്തതയും തെളിയിക്കുന്നതാണ്. പ്രതിസന്ധി സാഹചര്യങ്ങളിലും അവശ്യ സേവനങ്ങൾ തുടർച്ചയായി ലഭ്യമാക്കാൻ പാത രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അബുദാബിയിലെ അടിയന്തര ദുരന്ത നിവാരണ കേന്ദ്രത്തിന്റെ ഡയറക്ടർ ജനറൽ മാദർ അൽ നുഐമി ഇത്തിഹാദ് റെയിലും മറ്റ് ഗതാഗത മാർഗങ്ങളും രാജ്യത്തിന്റെ അടിയന്തര പ്രതികരണ സംവിധാനത്തിന്റെ നിർണായക ഘടകങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ടു. പദ്ധതിയുടെ ഭൗതിക രൂപകൽപ്പന പ്രകാരം രാജ്യത്ത് 11 സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുള്ളതായാണ് ലഭിക്കുന്ന വിവരം. ഈ വർഷം തന്നെ പൊതുജനങ്ങൾക്ക് റെയിൽ വഴി യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ അബുദാബി, ദുബായ്, ഷാർജ, ഫുജൈറ എന്നിവിടങ്ങളിൽ സ്റ്റേഷൻ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ദുബായിലെ ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ്സ് പ്രദേശത്തും ഫുജൈറയിലെ സംകൊം പ്രദേശത്തും സ്റ്റേഷനുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായും വിവരം ലഭിക്കുന്നു. അബുദാബിയിൽ മുസഫയിൽ, ഷാർജയിലെ യൂണിവേഴ്സിറ്റി സിറ്റി സമീപം സ്റ്റേഷനുകൾ നിർമ്മാണ ഘട്ടത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ലക്ഷ്യം 11 നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് രാജ്യാന്തര ഗതാഗത മാപ്പിനെ മെച്ചപ്പെടുത്തലാണ്. ട്രെയിൻ മാർഗം ശ്രദ്ധേയമായ വേഗതയാണ് വാഗ്ദാനം ചെയ്യുന്നത്. മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. യാത്രയ്ക്കുള്ള സമയത്തെ ഗണ്യമായി കുറയ്ക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകത. ഉദാഹരണത്തിന് അബുദാബിയിൽ നിന്ന് ദുബായ് യാത്രയ്ക്ക് 57 മിനിറ്റ് മാത്രം വേണ്ടിവരും. ഫുജൈറയിലേക്ക് യാത്ര ചെയ്യാൻ 105 മിനിറ്റ് മാത്രം മതി. പ്രതിവർഷം 3.6 കോടി യാത്രക്കാർക്ക് സേവനം ലഭ്യമാക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തിഹാദ് റെയിൽ പദ്ധതി ഗതാഗതം മാത്രമല്ല, വിനോദസഞ്ചാര മേഖലയിലും ശക്തമായ സ്വാധീനം ചെലുത്തും. രാജ്യത്തെ വിവിധ എമിറേറ്റുകളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കൊപ്പം ഈ ട്രെയിൻ പദ്ധതിയും ആകർഷകമായി മാറും. ഓരോ പാസഞ്ചർ ട്രെയിനിലും 3 തരത്തിലുള്ള ക്യാബിനുകൾ ഉണ്ടായിരിക്കും. എക്കോണമി, ഫാമിലി, ഫസ്റ്റ് ക്ലാസ് എന്നിങ്ങനെയാണ് ക്യാബിനുകൾ തരം തിരിച്ചിരിക്കുന്നത്. ഇത്തിഹാദ് റെയിൽ രാജ്യത്തെ പ്രധാന നഗരങ്ങളെ തമ്മിൽ അടുത്തായി ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പാതയായിരിക്കും. സാധാരണ യാത്രാനുഭവം മാറ്റിമറിക്കുന്നതോടൊപ്പം തന്നെ ഗതാഗതത്തിന്റെ ഭാവിയൊരുക്കുന്ന ഒരു മഹത്തായ പദ്ധതിയാണ് ഇതെന്ന് വ്യക്തമാണ്. ഇത് രാജ്യത്തെ ആധുനികതയിലും സുസ്ഥിരതയിലും മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന പടിയാകുമെന്ന് യാത്രക്കാർക്കും ഗതാഗത വിദഗ്ധർക്കും ഒരുപോലെ പ്രതീക്ഷയുമുണ്ട്.